ഇന്ത്യ മുഴുവൻ വെന്നിക്കൊടി പാറിക്കുമ്പോഴും കേരളം ഇപ്പോഴും ബി.ജെ.പിക്ക് ഒരു ബാലികേറാ മറയായി തുടരുകയാണ്. ഇനി എല്ലാ കണ്ണുകളും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുമ്പോൾ ബി.ജെ.പിയുടെ അടുത്ത വഴി, അടുത്ത തന്ത്രം എന്തൊക്കെ തന്ത്രം പ്രയോഗിച്ചാലും കേരളത്തിൽ പച്ച തൊടാനാവില്ല എന്ന സത്യം എങ്ങനെ ബി.ജെ.പി മറികടക്കും? പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. സ്വാഗതം. നമസ്കാരം. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം, 20,000 മുതൽ 50,000 വരെ. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത്. പക്ഷെ അപ്പോഴും വോട്ടുകളുടെ ആകെ കണക്കെടുക്കുമ്പോൾ 2004 12% എന്ന ഒരു മുന്നേറ്റം പോലും ഇത്തവണ ഉണ്ടായില്ല. 10% ഉള്ളൂ ബി.ജെ.പിയുടെ കേരളത്തിലെ ആകെ വോട്ട്. അപ്പോൾ ഇതൊരു വലിയ മുന്നേറ്റം എങ്ങനെ അവകാശപ്പെടാനാവും? 2004-നെയും 2014-നെയും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ വിലയിരുത്തണം. 2004-ൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തിലിരുന്നു കൊണ്ട് 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. പി.സി. തോമസും ശ്രീ ഒ. രാജഗോപാൽജി. ഇവർ രണ്ടുപേരുടെയും മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുള്ള വോട്ട്, ആ വോട്ട് തീർച്ചയായിട്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം അതെല്ലാം ഉണ്ട്, പാർട്ടിയുടെ സ്വാധീനമൊക്കെ ഉണ്ട്. ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടാണ് അന്ന് കിട്ടിയ വോട്ടിൻ്റെ പകുതി. ബാക്കിയുള്ള മണ്ഡലങ്ങൾ അന്നുള്ള സാഹചര്യവും ഇന്നുള്ള സാഹചര്യവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം സംസ്ഥാനം മുഴുവൻ ഇത്തവണ ഉണ്ടായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബി.ജെ.പി ഭരണത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ജനങ്ങൾക്കടക്കം ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2004. ഈ തവണ ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പറഞ്ഞത് 200 സീറ്റിനപ്പുറത്ത് ബി.ജെ.പി എത്തില്ല. കേരളത്തിലെ ജനങ്ങൾ വാസ്തവത്തിൽ ബി.ജെ.പി ഭരണത്തിലേറുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തെ രാജഗോപാൽജി നിഷ്പ്രയാസം ജയിച്ചേനെ. ബി.ജെ.പി നരേന്ദ്രമോദി ഇത്തവണ അധികാരത്തിൽ വരില്ല എന്ന് കോൺഗ്രസും CPM-ഉം പ്രചരിപ്പിച്ചു. സ്വാഭാവികമായും അവരുടെ ജോലി ഇതാണ്. പക്ഷേ ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതും ഒരു മോദി തരംഗം ഇന്ത്യ മുഴുവൻ അടിച്ചു എന്നുള്ളതും വോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. പാർട്ടിക്കാരെന്തോ പ്രചരിപ്പിച്ചോട്ടെ. അതുകൊണ്ട് നരേന്ദ്രമോദിയും ബി.ജെ.പിയും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു വിചാരം കേരളത്തിൽ അടക്കമുണ്ടായിരുന്നു. എന്നിട്ടും വോട്ട് വന്നില്ല എന്നാണ് മറുവാദം. അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ബി.ജെ.പിക്കല്ലേ വോട്ട് കിട്ടുക? ബി.ജെ.പി കേരളം മുഴുവൻ ജയിക്കില്ലേ? നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ മുഴുവൻ തരംഗം ഉണ്ടാക്കാമെങ്കിൽ കേരളത്തിൽ അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിലാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും അതിലെന്താ സംശയം? അതിന് കാരണങ്ങളും ഉണ്ടാവുമല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുണ്ട്, മുൻ മന്ത്രിമാർ, മുൻ MP-മാർ, മുൻ MLA-മാർ. ബി.ജെ.പിക്ക് കേരളത്തിൽ മുൻ MA, മുൻ MP, മുൻ മന്ത്രി എന്നൊക്കെ പറയുന്ന ഒരാളേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പോരായ്മ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഉത്തരത്തിന് ഒരു മറുവശമുണ്ട്. ശ്രീ ഒ. രാജഗോപാലിനെ പോലെ വ്യക്തിപ്രഭാവമുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ അഭാവം ബി.ജെ.പി മുന്നിൽ കാണുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം 2004 മുതൽ 2004, 2006 നിയമസഭ തെരഞ്ഞെടുപ്പ്, 2009 പാർലമെന്റ്, 2011 നിയമസഭ, ഇപ്പോൾ 2014. ബി.ജെ.പിക്ക് ഒരൊറ്റ ഒ. രാജഗോപാലേ ഉള്ളൂ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി. എന്തുകൊണ്ട്? ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ കാരണം തന്നെ. കേരളത്തിൽ മറ്റുള്ളവർക്ക് മറ്റ് പാർട്ടികൾക്കുള്ളതുപോലെയുള്ള സംഘടനാ തരത്തിലുള്ള ബന്ധങ്ങൾക്കപ്പുറത്ത് പൊതു ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള അവസരം ലഭിക്കുന്നത് MP, MLA ഈ തരത്തിലുള്ള പദവികൾ വഹിച്ചിട്ടുള്ള ആളുകൾക്കാണ്. അതിൻ്റെ ഒരു പോരായ്മ സ്വാഭാവികമായിട്ടുണ്ട്. ഈ തോപ്പിക്കുന്ന പാർട്ടി എന്നൊരു പദവി എന്തായാലും ബി.ജെ.പിക്കുണ്ട്. ബി.ജെ.പി വിചാരിച്ചാൽ എല്ലാ മണ്ഡലത്തിലും ആളെ തോപ്പിക്കാം. പക്ഷേ അവിടെ നിന്ന് ജയിക്കുന്ന പാർട്ടിയായിട്ട് മാറാനുള്ളൊരു സമയം ബി.ജെ.പി ഇനി എന്ന് നേടും? അതാണല്ലോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന്, അതായത് മറ്റു പാർട്ടികളിലെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ആളുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് വന്നിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണയുള്ള പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ ഇത്തവണത്തെ ശതമാന കണക്ക് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന് 1% വോട്ട് കൂടി, കോൺഗ്രസിന് 4.5%, 4.25% വോട്ട് കുറഞ്ഞു, ബി.ജെ.പിക്ക് 4% വോട്ട് കൂടി. ഇതാണ് ലളിതമായ കണക്ക്. എങ്ങനെയാണ് CPM വോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുക?
CPM വോട്ട് കിട്ടി എന്നുള്ളത് ഗ്രൗണ്ട് ലെവൽ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നിരുന്ന ആളുകൾ, ഞങ്ങൾ ഈ കണക്ക് നിങ്ങളുടെ പിന്നെ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള കണക്കല്ല ഞാൻ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം, ബൂത്തുകളിലുള്ള സ്ഥിതി. ആ ഒരു വിശ്വാസം താങ്കൾക്കുണ്ട്? വിശ്വാസമല്ല, ഇത് യാഥാർത്ഥ്യം. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയാൻ പറ്റും? കോൺഗ്രസിന് 4% കുറയുന്നു, CPM-ന് 1% കുറഞ്ഞുള്ളൂ, വോട്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ CPM-ൽ നിന്ന് BJP-യിലേക്ക് വരുന്നു, കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോകുന്നു. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അതുമല്ല ലാഭമല്ലോ. പക്ഷേ ശ്രീ O രാജഗോപാലിനെ പോലെ മത്സരിക്കുമ്പോൾ ജയസാധ്യത ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങുന്ന ഒരുപടി സ്ഥാനാർത്ഥികളെ BJP-ക്ക് വേണം. BJP-യുടെ നേതാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, സ്വന്തമായിട്ട് മണ്ഡലങ്ങളുള്ള നേതാക്കന്മാർ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഈ ഒരേ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അതാണ് മറ്റു പാർട്ടികളെ സംബന്ധിച്ചോളം. CPM-നെ സംബന്ധിച്ചോളം വ്യത്യാസമുണ്ട്. അവർക്ക് അവരുടെ സംഘടന മതി, വ്യക്തിപരമായിട്ടുള്ള കേന്ദ്രീകരണത്തിൻ്റെ വലിയ പ്രസക്തി വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ BJP-ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. 10 വർഷമായി നമുക്ക് വീണ്ടും O രാജഗോപാലിന്റെ പേര് പോലും അടുത്ത തെരഞ്ഞെടുപ്പിലും ശ്രീ O രാജഗോപാൽ സ്ഥാനാർത്ഥിയായിട്ട് വരും. നിങ്ങളൊരു താരതമ്യം നടത്തി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ആവറേജ് ഏജ്, BJP-യുടെ സ്ഥാനാർത്ഥികൾ നാളത്തെ പാർട്ടി BJP-ആണ്. കാരണം BJP-യിൽ 40കളിൽ നിൽക്കുന്ന ഒരു നേതൃത്വമാണ് ബൈ ആൻഡ് ലാർജ്, 50കളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. മറ്റു പാർട്ടികളിൽ 60-ന് മുകളിലാണ്. അത് നേതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണ പ്രവർത്തകരുടെയും അണികളുടെയും കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുതിയ തലമുറ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് വന്ന സ്ഥിതിയിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ പ്രയോജനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2004-ൽ കിട്ടിയതിനേക്കാൾ, ഞങ്ങൾ 2004-ൽ സർക്കാർ 5 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് 11.5%. ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ 11 ഇനി സർക്കാർ 4 കൊല്ലം പ്രവർത്തിച്ചാൽ ഞങ്ങൾ 15 കിടക്കൂലേ? നേതാക്കൾ യോജിച്ച് നിന്ന് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായില്ല എന്നൊരു തർക്കം ഞാൻ ഉന്നയിക്കുകയാണെങ്കിൽ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇലക്ഷന് മുമ്പ് ഏകാധിപത്യ പ്രവണത പാർട്ടിയിലുണ്ടെന്ന രീതിയിൽ പരാതി ഉന്നയിക്കുകയും വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടി വാസ്തവത്തിൽ ആ പ്രശ്നത്തെക്കുറിച്ച് എനിക്കിപ്പോഴും അറിയില്ല. സംഘടനാപരമായിട്ടുള്ള കാര്യം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊരു വിഷയം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ വിഷയം മുന്നോട്ടോ എവിടെയും പോയില്ലല്ലോ. ഒരു ദിവസം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയെക്കപ്പുറത്ത് അതിനെന്താ പ്രസക്തി? ഒരു പ്രസക്തിയില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ആ പരാതി പരിഗണനയിലുണ്ടോ? അല്ല, അതാ പറഞ്ഞു, സംഘടനാ വിഷയം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ശ്രീ M.A. ബേബി തെരഞ്ഞെടുപ്പിൽ രാജ്യസന്നദ്ധത അറിയിച്ചില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. M.A. ബേബിയായിട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. കേരളത്തിൽ 45% ന്യൂനപക്ഷങ്ങളുള്ള ഒരു സംസ്ഥാനം. BJP അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഭൂരിപക്ഷ പാർട്ടി. കേരളത്തിലെ ഈ ഒരു സമവാക്യം ഉള്ളിടത്തോളം കാലം BJPക്ക് ഒരു സീറ്റ് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ യാഥാർത്ഥ്യം വെച്ച് നോക്കിയാൽ എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയുടെ തന്ത്രം? അല്ല, സ്വാഭാവികമായും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള സ്ഥിതി തന്നെ തുടരും. അത് തുടരാൻ കാരണം BJP ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മാത്രം പാർട്ടിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളാണ് ഇന്ന് ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈഴവ സമുദായമാണെങ്കിലും, നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും, പട്ടികജാതിക്കാരാണെങ്കിലും, വിശ്വകർമ്മക്കാരാണെങ്കിലും, ധീവര സമുദായമാണെങ്കിലും, ഇവരൊക്കെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുകയാണ്. ആ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ അവരൊരു വോട്ട് ബാങ്ക് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മറ്റു പാർട്ടികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അനീതിക്ക് ഇരയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഒരുപക്ഷെ ഇനിയും വരാം. അതൊരു പ്രതീക്ഷ ജനങ്ങൾ അങ്ങനെ ഊട്ടി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രശ്നം, ഒരു നിയമസഭാ സീറ്റ് പോലും ജയിക്കാത്ത പാർട്ടി ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ ആ പ്രശ്നം വീണ്ടും വരും. വളരെ ഒരു സീറ്റും ഇല്ലാതിരുന്ന, പാർട്ടിയെ ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 6 മാസം കൊണ്ട് ഭരണത്തിൽ വന്നത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം സംഭവിക്കും. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ തരംഗം നമുക്കറിയാം, അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമൊക്കെ അറിയാം. പക്ഷേ കേരളത്തിൽ BJP അങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, ആം ആദ്മി പാർട്ടി 2 വർഷം കൊണ്ടല്ലല്ലോ ചെയ്തത്, ഞങ്ങളും അതിൻ്റെ സമയമാകുമ്പോഴേക്ക് ചെയ്തപ്പോരെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു.
അല്ല, അതിനുള്ള അവസരങ്ങൾ വരും. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അനുഭവമുള്ള നേതാക്കന്മാരുടെ പോരായ്മ BJP നേരിടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അതിനു മുൻപ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ്. അതിൽ ഒരു നിർണായകമായിട്ടുള്ള വിജയം ചില പ്രദേശങ്ങളിലെങ്കിലും കൈവരിക്കാൻ സാധിച്ചു എന്നിരിക്കട്ടെ. സ്വാഭാവികമായും ജനങ്ങൾക്ക് വിശ്വാസം വരും, ഈ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ നിയമസഭയിലേക്ക് പരിഗണിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇത് പ്രയോജനം കിട്ടും. ചിത്രം മാറാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതോടുകൂടിയാണ് വരേണ്ടത്, അതോടുകൂടിയാണ് ഉണ്ടാവേണ്ടത്. എന്താണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJPക്ക് 11% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഈ വോട്ട് ഒരു ചുരുങ്ങിയത് 15-നും 20-നും ഇടയിലുള്ള ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുള്ളൂ.